ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഇടത് സർക്കാർ ആദ്യം സ്വീകരിച്ച നിലപാട് തെറ്റായിപ്പോയോ എന്ന ചോദ്യത്തോട് ഒളിച്ചുകളിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ. സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന സമയത്താണ്. ഭക്തർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം സർക്കാർ എടുക്കുമെന്ന് എ പത്മകുമാർ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയ വിഷയത്തിൽ ഉരുണ്ടു കളിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ചെയ്യുന്നത്. ഇന്നലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ചോദ്യത്തോട് ഉള്ള പ്രതികരണമായി പറഞ്ഞത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണോ അത് സംബന്ധിച്ച് സുപ്രീംകോടതിയെ അറിയിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ പത്മകുമാർ എന്താണ് പറയുന്നത്? നീലിമ, 2018 ശബരിമല യുവതീ പ്രവേശന സംഭവം നടക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന CPM നേതാവ് എ പത്മകുമാറിനോട് ഇത് സംബന്ധിച്ച് ഇപ്പോൾ പുതിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന പ്രതികരണം സംബന്ധിച്ചുള്ള ചോദ്യത്തിലാണ് കൃത്യമായ നിലപാട് വ്യക്തമാക്കാതെ ഒളിച്ചു കളിക്കുന്നത്. അത് പ്രധാനമായും ഇപ്പോൾ പുതിയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, വിവാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നിലപാടിൽ നിന്നും ഇടത് സർക്കാർ മലക്കം മറിയുകയാണ്, യൂട്ടേൺ അടിക്കുകയാണെന്നടക്കമുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന ഭക്തജനങ്ങളെ വേട്ടയാടി ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരത്തിൽ നാമജപ ഘോഷയാത്ര അടക്കമുള്ള കാര്യങ്ങളുമായി ഇറങ്ങേണ്ടി വന്ന ഭക്തജനങ്ങളെ വേട്ടയാടിയ സർക്കാരാണ്. 2018 സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ ഇതിന്റെ ഉള്ള നിലപാട് ഇപ്പോൾ എങ്ങനെയാണ്? അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നു, ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചില സൂചനകൾ നൽകുമ്പോഴാണ് നേരത്തെ മുൻപ് ഇടത് സർക്കാർ സമീപിച്ച ആ നിലപാട് തെറ്റായി പോയോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. ഈ കാര്യത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇടത് നേതാവിന് CPM നേതാവിന് നൽകാൻ ഇല്ലാത്തത്. അത് പറയുന്നത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ അവസാനമായി നൽകിയത്. താൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒരു സത്യവാങ്മൂലവും സുപ്രീം കോടതിയിൽ നൽകിയിട്ടില്ല. നേരത്തെ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം തുടർന്ന് പോരുക തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇടത് സർക്കാർ 2018 സമയത്ത് എടുത്തിരിക്കുന്ന ആ നിലപാട് തെറ്റായി പോയി എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, അതിൽ മാറ്റം വരുത്താൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പക്ഷേ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകാതെ ഉരുണ്ടു കളിക്കുകയാണ് ചെയ്യുകയും ചെയ്യുന്നത്. അന്ന് ഭക്തജനങ്ങളെ വേട്ടയാടി ഭക്തജനങ്ങൾക്കെതിരെ ഇപ്പോഴും തുടരുന്ന കേസുകൾ പിൻവലിക്കാൻ ഇടത് സർക്കാർ തയ്യാറാകുമോ എന്നുള്ള ചോദ്യത്തിനും കൃത്യമായ ഉത്തരം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നില്ല. അത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. സർക്കാർ തലത്തിൽ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈയൊഴിയാനുള്ള ശ്രമമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോഴും ഈ വിഷയത്തിൽ ഇടത് നേതാക്കൾക്കുള്ളിൽ തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്കിടയിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇടത് പക്ഷത്തിന് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കൃത്യമായ നിലപാടും പ്രതികരണങ്ങളും ഇടത് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഒരേ സ്വരത്തിൽ ഉണ്ടാകുന്നില്ല. പലരും തപ്പിത്തടയുകയും ഈ വിഷയത്തിൽ ഉരുണ്ടു കളിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഈ സമീപ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന ശബരിമല ആഗോള അയ്യപ്പ സംഗമം അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനോടൊക്കെ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ ഇടത് നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നുള്ളതിന്റെ ഉദാഹരണമായി മാറുകയാണ് ഈ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പ്രതികരണവും. മിഥുൻ മുരളിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.